ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഗുലാബ് ജാമുൻ മിക്സ് ഇല്ലാതെ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യം ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ കളർ എഡ്ജസൊക്കെ നമുക്ക് മുറിച്ച് മാറ്റണം. എന്നിട്ട് മറ്റേ വൈറ്റ് പാർട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. നടുവിലുള്ള ഭാഗങ്ങൾ മാത്രം, എഡ്ജസ് നമുക്ക് ആവശ്യമില്ല. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കതുപോലെ ഒന്ന് മുറിച്ചിടാം. അത് നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത് ഞാൻ 8 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 ടേബിൾ സ്പൂൺ പാല് ആവശ്യത്തിനുള്ള ചേർത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് നമുക്ക് മതിയെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ നമുക്ക് മതിയാക്കാം. അല്ലെങ്കിൽ വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാവ് ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ നിങ്ങൾക്ക് അതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഇപ്പോൾ അതിന് ഞാൻ 1 കപ്പ് വെള്ളം, ഇതിപ്പോൾ 200 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ 1 കപ്പ് വെള്ളം എടുത്തു. അതേ കപ്പിൽ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിക്കണം. അപ്പോൾ അത് പിന്നെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഷുഗർ സിറപ്പ് നല്ലപോലെ നമ്മുടെ കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ ഒട്ടുന്ന പരുവത്തിലായാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് എസൻസും ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുങ്കുമപ്പൂവോ എന്ന് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഏലക്കായ പൊടിച്ചത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ തിളച്ച് നല്ല ഒട്ടുന്ന പരുവത്തിലായി കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത ശേഷം നമുക്കത് നെയ്യിലോ എണ്ണയിലോ നമുക്കത് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്യിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പുറമേ കരിയുകയും അകത്ത് അങ്ങനെ വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഉരുക്കിയ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ അത് ചൂടായി കഴിഞ്ഞു നെയ്യ്. അതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഉരുളകളിട്ട് 2 സൈഡും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കത് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ 2 ഭാഗവും നല്ലപോലെ ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമ്മുടെ ബ്രെഡൊക്കെ വാങ്ങിയിട്ട് ബാക്കി വന്നാൽ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല സന്തോഷത്തോടു കൂടെ കഴിക്കും. അപ്പോൾ ഇത് 2 സൈഡും നല്ലപോലെ വറുത്തിട്ട് നമുക്കത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരാൻ തുടങ്ങി. ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ചേർത്ത ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ അടച്ച് വയ്ക്കുക. ഒന്ന് തണുത്ത ശേഷം അത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഗുലാബ് ജാമുൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.